ആവേശം തന്നെ ഭഗത്വാസിന് പ്രത്യേക അഭിനയമുണ്ട്. അഴിഞ്ഞാട്ട ആവേശം അടിപൊളി പടം, കിണ്ണം പടം, പാഫ തൂക്കി ശരിക്കും അടിച്ചു വിളിച്ചു. എന്തായാലും ആവേശം വിഷുവിന് ടോപ്പ് അടിക്കും, ഉറപ്പുള്ള കാര്യം. പകുതിന്റെ അഭിനയം ഒരു രക്ഷയില്ല. ഇമോഷനാണ് ഇമോഷൻ, സെന്റിയുണ്ട് സെന്റിയുണ്ട്, കോമഡിയാണ് കോമഡി, സ്റ്റണ്ടാണ് സ്റ്റണ്ട്, എല്ലാതും ഒരു രക്ഷയില്ല. അപ്പൊ അതെടുത്തു ഒരു ഉറപ്പാണ്, അത് ഒരു രക്ഷയില്ല. പെർഫോമൻസ് എല്ലാം കൊണ്ടും നല്ല മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടും സ്റ്റൈലായിട്ട് ആവേശം. എന്തായാലും സുഷിൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവരുടെയൊക്കെ വാക്കിനാണല്ലോ ഭയങ്കര വിലയല്ലേ, നമ്മൾ ട്രസ്റ്റ് ചെയ്തു പോകും ഇനിയും. കാരണം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ചെയ്തേക്കുന്ന എല്ലാവരും സംയുക്തരാണ്, എല്ലാവരും നല്ല നല്ല തെളിയിച്ചിട്ടുള്ളവരല്ലേ. ഇത് എല്ലാവർക്കും ഒരു സസ്പെൻസ് തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഓരോ സീനും ഒരു സസ്പെൻസ് ആയിരുന്നു. നന്നായിട്ടാണ്. അടിപൊളി സിനിമയാണ്, നല്ല ഫണ്ണായിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ ഇടയിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. ഇഫ്സറാണെങ്കിലും ആ 3 ചെക്കന്മാർ ഗംഭീരമായിട്ട് അഭിനയിച്ചു. മിക്കവാറും എടാ ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ടൈറ്റിലുണ്ട്, ഫാഫാടെ റീ എൻട്രി എന്ന് പറഞ്ഞിട്ട്. റീ എൻട്രി എന്ന് പറയുമ്പോൾ മാസം ഒരു സാധനം തന്നെ. അതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പക്ക ക്ലാസ് എൻ്റർടൈൻമെൻ്റ് ഒരു പടം തന്നെയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചബിളാണ്. കാരണം ഇത് തിയേറ്ററിൽ നിന്ന് പോയി കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് വരുന്നത്. കാരണം കൊടുത്ത കാശ് വസൂലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിനാണ് പറയാ. അതായത് എന്താ പറയുക, അത് ഫാസ്റ്റിലെ പെർഫോമൻസ് കൊണ്ട് തിമിർത്തുകളെ പടമാണിത്. അഴിഞ്ഞാട്ടം. അതായത് പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോമഡി മാസ് ആ സംഭവത്തിൽ പോയ കാരണം സമയം പോകണത് നമുക്ക് അറിഞ്ഞൂടാ. കാരണം പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് ലാഗ് പോലെ തോന്നി, പക്ഷെ അത് കഥ പോണ രീതി അങ്ങനെയാണ്. പിന്നെ ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റും ഒരു മാസ് ഫൈറ്റ് അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് ആ മ്യൂസിക്കും ബിജിഎമ്മും കൂടി കേൾക്കുമ്പോഴല്ല കോരിത്തെരിപ്പാണ്. വീട്ടിലും പടം പിന്നെ തൂത്തുവാരി. സൂപ്പർ അടിപൊളി, കൊള്ളാം, ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സും അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ റോഷൻ, ഹിഫ്റ്റർ, മിഥുൻ, അനന്തു. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവർ നന്നായിട്ട് ചെയ്തു. പിന്നെ ഫഹദിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ചെയ്യാത്തൊരു സംഭവം. നമ്മളെ ഫഹദിക്കയുടെ മമ്മൂട്ടിയുടെ രാജമാണിക്കൊക്കെ പോലെ ഫഹദിക്ക അഴിഞ്ഞാടുമാണ് ഇതിൻ്റെ അകത്ത്. ഒരു രക്ഷയില്ല, നന്നായിട്ട് അടിപൊളി അടിപൊളി പടം